ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് റിപ്ലൈ ആയിട്ട് തരിക, കമന്റിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് കളങ്കാവൽ എന്ന മൂവി നമുക്കറിയാം 25 ദിവസമായി ഇപ്പൊ തിയേറ്ററിലേക്ക് OTT വരാൻ പോകുന്ന മമ്മൂക്കയുടെ ഏറ്റവും എക്സ്പെക്ടേഷനിൽ ഇറങ്ങിയ പടം. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച പോലെ തന്നെ നല്ല കളക്ഷൻ കിട്ടിയ പടം, നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്ന പടം. അങ്ങനെയുള്ളൊരു പടം ഇപ്പൊ 25 ദിവസമായി തിയേറ്ററിൽ, ഇപ്പൊ OTT വരാൻ പോവാണ്. ആ പടത്തിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 82 to 85 കോടിയാണ് ആസ് പെർ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. സുഹൃത്തുക്കളെ, ഈ ചങ്ങാതി പറഞ്ഞു വരുന്നത് സിനിമയിലെ ഈ ബോക്സ് ഓഫീസ് കളക്ഷനുകളെ കുറിച്ചിട്ടാണ്. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഈ ചങ്ങാതിയോട് തന്നെയാണ്. ഒരു സിനിമയുടെ വിജയം, ഒരു സിനിമയുടെ കലാമൂല്യം നിശ്ചയിക്കുന്നത് എത്ര പൈസ കിട്ടി എന്നതിനനുസരിച്ചിട്ടാണോ? 100 കോടിയിലേക്ക് എത്തിയ എല്ലാ സിനിമയും അപാരമായ കലാമൂല്യമുള്ള സിനിമകളാണോ? ആണോ? നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ കയറി നോക്കൂ. 100 കോടിയിലെ 200, 400, 500 കോടിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയ അഡൾട്ട് സെക്ഷൽ കണ്ടന്റ് ഒക്കെ ഉള്ള സിനിമകളൊക്കെ ഉണ്ട്. അത് അപാരമായിട്ടുള്ള കലാമൂല്യമുള്ള സിനിമകളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മമ്മൂട്ടിക്ക് ഈ അടുത്ത കാലത്ത് ഒരിക്കലും ഒരു 100 കോടി എന്ന് പറയുന്ന ക്ലബിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയ നിവിൻ പോളിയുടെ സിനിമ 100 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇറങ്ങിയ കുറച്ച് പയ്യന്മാരുടെ ലോക്ക എന്ന് പറയുന്ന ആ സിനിമ, അതും 100 കോടി കവിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് മോഹൻലാലിന്റെ തുടരുമെന്ന സിനിമ ഉണ്ടായിരുന്നു, അത് 200 കോടിയോളാണ് എത്തിയത്. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ചർച്ചകളൊക്കെ ആ സിനിമയുടെ പേരൊക്കെ നടന്നിട്ടുണ്ട്. ഇതേപോലെയാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിന് പുറത്തുള്ള നടന്മാരൊക്കെ ഈ ഒരു സിനിമയിലെ അഭിനയത്തെക്കുറിച്ച് ഗംഭീരമായ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിലൊന്നും അവരൊരിക്കലും കോടികളെ കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ആ സിനിമ എത്ര കോടി നേടി, എത്ര ഗ്രോസ് വാല്യൂ നേടി എന്നതിനെ കുറിച്ചിട്ടൊന്നും ആ ഒരു സംഗതി ചർച്ചയില്ല. എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാം. എന്തായിരിക്കും ഒരു സിനിമ, എങ്ങനെയായിരിക്കും ഒരു നടൻ എന്തൊക്കെ ആവും ഭാവിയിൽ. ഞാൻ പറയുന്നത് ഈ പറയുന്ന മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും ഇവരൊക്കെ കാലശേഷം ഇവരുടെ ഏത് സിനിമകളായിരിക്കും നിലനിൽക്കുക. നമുക്ക് അവസാനത്തേക്ക് എത്താം. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ സംസാരം കൊണയടി ഒന്ന് കേട്ടോക്കാം. പറയുന്നത് 85 കോടി, ഈ ഒരു 85 കോടി എടുക്കാൻ വേണ്ടിട്ട് 25 ദിവസം വേണ്ടി വന്നു എന്ന് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് ഇതുവരെ ആയിട്ടും അതായത് ഒരു പരിഹാസമാണ്. ഒരു 85 കോടി കിട്ടാൻ വേണ്ടിയിട്ട് 25 ദിവസത്തോളം തിയേറ്ററിൽ ഇത് കഷ്ടപ്പെട്ട് ഓടിക്കേണ്ടി വന്നു ഈ ഒരു സിനിമ എന്നാണ് ഇദ്ദേഹത്തിന്റെ പരിഹാസം. കഴിഞ്ഞില്ല കേട്ടോ. കളങ്കാവൽ 100 കോടി എത്തിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും പോസിറ്റീവ് വന്ന, ഇത്രയും ഹൈ പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്ന മമ്മൂട്ടിയുടെ ഒരു ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെട്ട, അത്രയും തിരക്കുണ്ടായ ഒരു പടം കിതച്ച് ഇന്നത്തേക്ക് 25 ദിവസം വന്ന് നിൽക്കുന്നത് 85 കോടിയിലാണ്. 6 ദിവസം മുന്നേ വന്ന അതേ ഒരു ഫീൽ ഗുഡ് പടം, ഒരു ചെറിയ ബഡ്ജറ്റിൽ വന്ന ഫീൽ ഗുഡ് പടമായ നിവിൻ പോളിന്റെ സർവ്വമായി ഇപ്പൊ 100 കോടി അടിച്ചു കഴിഞ്ഞു. അപ്പൊ മമ്മൂട്ടിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും സിനിമ ഇറങ്ങിയ സമയത്ത് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചാണ് മമ്മൂക്കക്ക് ഒരു 100 കോടി, ഈ ഒരു കളങ്കാവിൽ 100 കോടി കൊണ്ട് കൊടുക്കുമെന്നുള്ളത്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 50 കോടി എന്ന ക്ലബിൽ കയറിയ പടമാണ് കളങ്കാവൽ. പിന്നെ അങ്ങോട്ട് പടം എഴഞ്ഞ് ഇപ്പൊ 85 കോടിയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ OTT സോണി ലൈവില് വരാൻ പോവാണ്. സോ തിയേറ്ററിൽ നിന്നും 100 കോടി. എന്തായാലും ഇദ്ദേഹത്തിന്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് 100 കോടി കിട്ടുന്നില്ല. കളങ്കാവില് 5 ദിവസം കൊണ്ടൊക്കെ 50 കോടി ക്ലബിലേക്ക് എത്തി. അത് അപ്പൊ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ അത് 100 കോടി ക്ലബിലേക്ക് വളരെ പെട്ടെന്ന് എത്തുമെന്നൊക്കെ വിചാരിച്ചിട്ടും അത് എത്തിയില്ല. പിന്നീട് അത് താഴോട്ട് കൂപ്പുകുത്തുകയാണ് ചെയ്തതെന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു നല്ല സിനിമ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഒരു നല്ല സിനിമ 100 കോടി അടിക്കുന്ന സിനിമയാണ്. 100 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ, 100 കോടി വളരെ പെട്ടെന്ന് ഗ്രോസ് വാല്യൂ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയാണ് എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കൺസെപ്റ്റ് കേട്ടോ. എന്നാൽ ഇനി എൻ്റെ ചിന്താഗതിയിലേക്കും എൻ്റെ ഒരു അഭിപ്രായത്തിലേക്കും ഞാൻ കടക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും സിനിമ 100 കോടി അടിക്കുന്നുണ്ടോ, 100 കോടി അടിക്കാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. അത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടേതായാലും കുഞ്ചാക്കോ ബോബൻ്റെ ആയാലും ടോവിനുടേതായാലും ആരുടേതായാലും ഇവന്മാര് കോടികൾ വാരുന്നുണ്ടോ എന്നുള്ളതല്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ,
നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് വല്ല ഇമോഷൻസ് ആ ഒരു സിനിമ തരുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ ചില അഭിനയ മുഹൂർത്തങ്ങൾ, നിമിഷങ്ങൾ ആ സിനിമ നമുക്ക് തന്നിട്ടുണ്ടോ? സത്യം പറയാലോ, ഇതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. അതല്ലാതെ ആ സിനിമയിൽ ഗംഭീരമായിട്ട് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ആ സിനിമ ഗംഭീരമായിട്ട് 100-200 കോടി അടിച്ചോ എന്ന് പറയുന്ന ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അത്തരം സംസാരങ്ങളൊന്നും ഞാൻ ആരോട് സംസാരിക്കാറില്ല. എടാ, എൻ്റെ എന്താ പറയുക, നായകനായിട്ടുള്ള മമ്മൂക്ക 100 കോടി നേടിയിരിക്കുന്നു, സിനിമയ്ക്ക് 100 കോടി കിട്ടി, നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് 100 കോടി കിട്ടി എന്ന് പറയുന്ന തല്ലിലേക്കൊന്നും, അത്തരം ഒരു എന്താ പറയുക ഏറ്റവും ഡൗൺ ആയിട്ടുള്ള അത്തരത്തിലുള്ള ഫാൻ ഫൈറ്റിലേക്കൊന്നും ഞാൻ ഇറങ്ങാറില്ല. അതൊരു ഭയങ്കര ബോറൻ പരിപാടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറുപുറം പരിപാടിയാണ്. എന്തായിരിക്കണം ഒരു സിനിമ എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി. ഒരു സിനിമ പക്ക എൻ്റർടൈനിങ് ആയിരിക്കണം. അത് ആ തിയേറ്ററിലേക്ക് പോയിരുന്ന ആളുകൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ കഴിയണം. പല ഫാക്ടേഴ്സാണ് ഈ കാണികളെ കയറ്റുന്നത് കേട്ടോ. ഒരു തിയേറ്ററിലേക്ക് ആളുകളൊക്കെ കയറ്റുന്നത് പല ഫാക്ടേഴ്സുകളാണ്. ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം വന്ന ഈ 5 കോടി അല്ലെങ്കിൽ 50 കോടി എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് ശേഷം ഒരു പക്ഷേ ആ സിനിമ കാണാൻ വരുന്ന ആളുകളെ തടുത്ത് നിർത്തിയിട്ടുണ്ടായിരിക്കുക അതിലത്തെ ചില കൊലപാതക സീനുകളായിരിക്കാം, അതിലൊരു നെഗറ്റീവ് ആയിട്ടുള്ള സിനിമകളായിരിക്കും. പല ആളുകൾക്കും ഈ നെഗറ്റീവ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാനും അതിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ആ ഒരു സിനിമ മമ്മൂട്ടിയുടേതായതുകൊണ്ട് മാത്രമാണ് അന്ന് ആ ഒരു സിനിമ ഫസ്റ്റ് ഡേ ഒക്കെ കാണാൻ പോയത് എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. എന്തൊക്കെയായാലും സിനിമ എന്തൊക്കെയായാലും നിലനിൽക്കേണ്ടത് ആളുകളുടെ മനസ്സിലാണ്. 100 കോടി അടിച്ചതുകൊണ്ട് ഒരു സിനിമ കാലങ്ങളോളം നിൽക്കുമെന്നൊന്നുമില്ല. ഒരു 100 കോടി ക്ലബിലേക്ക് വളരെ പെട്ടെന്ന് എത്തിയ ഒരു സിനിമ എപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ ആവണമെന്നൊന്നുമില്ല. ഇവരുടെയൊക്കെ അഭിനയശേഷവും ഇവരൊക്കെ കാലശേഷവും ഒരു സിനിമ അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും കാണാൻ കഴിയാവുന്ന ഒരു സിനിമ ഉണ്ടെങ്കിൽ ആ ഒരു സിനിമയിൽ അതുവരെ കിട്ടാത്ത എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ആളുകളുമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു സിനിമ കാണാൻ മാത്രമായിട്ടുള്ള എന്തെങ്കിലും അഭിനയ മുഹൂർത്തങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരിക്കണം. ഇതൊന്നുമില്ലെങ്കിൽ ഏതൊരു വലിയ നടനാണെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു കോമാളി കഥാപാത്രമായിട്ട് തീരും. നമ്മുടെ മലയാള സിനിമയിലെ ജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെടുക്കുക. അദ്ദേഹത്തെ ഏറ്റവും വക്രീകരിച്ച രീതിയിലായിരുന്നു ഏറെ കാലമൊക്കെ കൊണ്ടുനടന്നിരുന്നത്. അദ്ദേഹം ചെയ്ത വേഷങ്ങൾ അങ്ങനെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന വേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നിപ്പോകുന്നത്. അതില്ല എങ്കിൽ ഇത്തരം ആളുകളൊക്കെ ഒരു കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രങ്ങൾ മാത്രമായിട്ട് മാറും. നോക്കൂ, ഈ പറയുന്ന എത്ര തന്നെ 100 കോടി എന്നടിച്ച് പറയുന്ന ആ സിനിമകളും ഒരു ഓളത്തിൻ്റെ പുറത്ത് 100 കോടി അടിച്ചു എന്ന് പറഞ്ഞ സിനിമകളൊന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്തൊന്നും കാണാറില്ല. ഒരു ഉദാഹരണത്തിന് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ എടുക്കൂ. അത് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് വിജയം കൊയ്ത സിനിമകളൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോഴും അത് കാണുന്നൊരു സിനിമയാണ്. പിൻഗാമി എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇറങ്ങിയ സമയത്ത് പരാജയപ്പെട്ട സിനിമയാണ്. സത്യനന്ദിക്കാടാണ് അതിൻ്റെ സംവിധായകൻ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു മറ്റൊരു കാര്യമാണ്. അന്ന് പരാജയപ്പെട്ട സിനിമയാണ് പിൻഗാമി എന്ന് പറയുന്നത്. പക്ഷേ എത്ര നമ്മളത് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ എന്ന് ആലോചിക്കുക. ഇപ്പോഴും ആ പിൻഗാമി നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ഒരു ത്രില്ലാണ്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് നമ്മളത് സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകൾ 100 കോടിയുടെ ആയത്തല്ല 50 കോടി പോലും എത്താത്ത സിനിമകളൊക്കെ വീണ്ടും വീണ്ടും കാലങ്ങൾക്ക് ശേഷവും നമ്മൾ കാണാനിരിക്കുന്നുണ്ട്. അത് ആ ഒരു സിനിമയുടെ കലാമൂല്യമുള്ളതുകൊണ്ടാണ്. 100 കോടികളല്ല, ആ സിനിമ കാഴ്ചക്കാരന് എന്ത് ഇമോഷനാണ് നൽകുന്നത് എന്നനുസരിച്ച് മാത്രമാണ് സിനിമ കാലങ്ങളോളം നിൽക്കുകയുള്ളൂ. സിനിമയാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഒരു ചെറിയ നിമിഷങ്ങളിലുണ്ടായ ഓളത്തിൻ്റെ പുറത്ത് വെട്ടിക്കിട്ടുന്ന കോടികളെ പുറത്തല്ല സിനിമ നിൽക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയില്ല. ആ പ്രിയ സുഹൃത്തിൻ്റെയും അഭിപ്രായം ഇതിന് താഴത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ബൈ.